വരാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുൻപായി തന്നെ UDF ചില കരുനീക്കങ്ങൾ നടത്തുകയാണ്. അത് മറ്റൊന്നുമല്ല, UDF മുന്നണി വിപുലീകരിക്കും എന്നുള്ളതാണ്. കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് അവർ തീർച്ചപ്പെടുത്തിയത് തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം ഏത് തരത്തിലുള്ള ഫലമാണ് വരുന്നത് അതിനെ ആശ്രയിച്ചിട്ടായിരിക്കും മുന്നണി വിപുലീകരണം എന്ന് പറഞ്ഞിരുന്നതാണ്. പക്ഷേ ഇപ്പോൾ ഏതാണ്ട് LDF ആടി ഉലയുകയാണ്. അവരുടെ പ്രതിച്ഛായയ്ക്ക് പല വിധത്തിലും മങ്ങലേറ്റു. ആ സാഹചര്യത്തിൽ ഘടകകക്ഷികളെല്ലാം തന്നെ അതൃപ്തരാണ്. CPI ഒഴിച്ചുള്ള ഘടകകക്ഷികൾ, CPI പിന്നെ CPM-ന്റെ തണലിൽ നിൽക്കുന്നവരാണ്. അപ്പോൾ CPI ഒഴിച്ചുള്ള ഘടകകക്ഷികൾ എന്ന് പറയുമ്പോൾ കേരള കോൺഗ്രസ് മാണി വിഭാഗം, അതാണ് പിന്നീട് വരുന്ന പ്രബലമായിട്ടുള്ള ഘടകകക്ഷി. പിന്നീട് ജനാധിപത്യ കേരള കോൺഗ്രസ്, ബാലകൃഷ്ണപിള്ള ഗ്രൂപ്പ്, ഗണേഷ് കുമാർ, RJD, NCP, കോൺഗ്രസ് എസ്, കടന്നപ്പള്ളി, അതൊക്കെ തന്നെ CPM പിന്നീട് ഏറ്റെടുക്കുന്ന മണ്ഡലമാണ് കടന്നപ്പള്ളിയുടെയൊക്കെ തന്നെ. അതുപോലെ ആന്റണി രാജുണ്ട്. ആന്റണി രാജു ഒന്നും ഇനിയിപ്പോൾ CPM-ൽ LDF-ൽ നിൽക്കില്ല. ഘടകകക്ഷി ആയിട്ടുള്ള ഇവരൊക്കെ തന്നെ UDF-ലേക്ക് ചേക്കേറാനുള്ള സാധ്യതയാണ് കാണുന്നത്. അത് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ മുന്നണി വിപുലീകരണം നടത്തണമെന്നാണ് ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടി കുഞ്ഞാലിക്കുട്ടി രഹസ്യ നീക്കവും നടത്തുന്നുണ്ട്. ഈ മുന്നണിയുടെ കൺവീനർ അടൂർ പ്രകാശാണ്. അടൂർ പ്രകാശ് തന്നെ മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്, മുന്നണി വിപുലീകരണം ഉണ്ടാകും. CPI-യെ തന്നെ ഇങ്ങോട്ടേക്ക് ക്ഷണിച്ചതാണ്. ഏത് സമയത്തും വരാം, സഹർഷം ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട്. കാരണം CPI-യുടെ ആ അതൃപ്തി കണ്ടിട്ടാണ് വിളിച്ചത്. പിന്നെ കേരള കോൺഗ്രസ് മാണി വിഭാഗമാണ് ഏറ്റവും പ്രബലമായിട്ടുള്ളത്. കഴിഞ്ഞ കുറേ നാളുകളായിട്ട് സഭകൾ തന്നെ, ക്രൈസ്തവ സഭകൾ സർക്കാർ വിരുദ്ധ പ്രക്ഷോഭം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സർക്കാരിനെതിരായിട്ടുള്ള പ്രസ്താവനയും നടത്തുന്നു. ബിഷപ്പ് പാംപ്ലാനി പാർട്ടി സെക്രട്ടറി ഗോവിന്ദനുമായി നടത്തിയ ഏറ്റുമുട്ടൽ നമുക്കറിയാവുന്ന കാര്യമാണ്. BJP-യെ പ്രകീർത്തിച്ചതിന് ചോദ്യം ചെയ്തതാണ് അവർക്ക് രുചിക്കാത്ത കാര്യം. അപ്പോൾ ഇത് തീർച്ചയായിട്ടും ക്രൈസ്തവ സഭകളുടെ ഒരു വലിയ അംഗീകാരം ഇവർക്ക് ഇപ്പൊ കിട്ടുന്നില്ല എന്നുള്ളതാണ്, LDF സർക്കാരിന്. അപ്പോൾ ക്രൈസ്തവ സഭകൾ പോലും ഈ മാണി വിഭാഗത്തെ ഈ UDF-ലേക്ക് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക തന്നെയാണ്. അപ്പൊ കുഞ്ഞാലിക്കുട്ടിയുടെ നേതൃത്വത്തിൽ അതിന്റെ രഹസ്യ നീക്കം നടക്കുന്നുണ്ട്. കുഞ്ഞാലിക്കുട്ടിയാണ് ഈ മുന്നണി വിപുലീകരണത്തിൽ ഇപ്പോൾ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നത്. കാരണം 10 വർഷമായിട്ട് ഭരണമില്ലാതിരിക്കുന്ന ഒരവസ്ഥ, അത് മാറണം. ഭരണത്തിൽ 2026 വരണം. അതുകൊണ്ട് തന്നെ മുന്നണി വിപുലീകരിക്കുക എന്നുള്ളതിലേക്ക് നടക്കുകയാണ്. ഇപ്പോൾ UDF-ന് അനുകൂലമായ ഒരു സാഹചര്യം കേരളത്തിൽ നിൽക്കുന്നുണ്ട്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് ശേഷവും അതുതന്നെയാണ് പ്രതിഫലിച്ചു കൊണ്ടിരിക്കുന്നത്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗാണ് ഏറ്റവും അധികം അധ്വാനിച്ചത്. അവർക്ക് ആര്യാടൻ ഷൗക്കത്തിനെ ജയിപ്പിച്ച് കാണുന്നതിന് വേണ്ടിയല്ല, UDF അവിടെ വിജയിക്കണം എന്നുള്ളതാണ്. ആര്യാടൻ ഷൗക്കത്തിന്റെ അച്ഛൻ ആര്യാടൻ മുഹമ്മദും ലീഗുമായിട്ട് പലതരത്തിലും കലഹിച്ചു കൊണ്ടിരുന്നതാണ്. ആര്യാടൻ മുഹമ്മദ് ഒരു മതേതര സ്വഭാവമുള്ള ആളാണ്. അത് ഇപ്പോഴും അവർക്കുണ്ട്. ആ ആര്യാടൻ ഷൗക്കത്തിനോട് ആ കലഹമുണ്ട്. പക്ഷെ അതൊന്നും അവർ പ്രകടിപ്പിക്കാതെ കുഞ്ഞാലിക്കുട്ടിയുടെ നേതൃത്വത്തിൽ മുസ്ലിം ലീഗ് വീടുകൾ കയറി ഇറങ്ങി. അതുകൊണ്ട് തന്നെയാണ് ആര്യാടൻ ഷൗക്കത്തിന് വൻ വിജയത്തിലേക്ക് കടക്കാൻ കഴിഞ്ഞത്. ആ വൻ വിജയത്തിന്റെ പ്രതിഫലനം കേരളത്തിലെമ്പാടും ഉണ്ടാക്കണം. ഒരു UDF തരംഗമുണ്ട് എന്ന് ബോധ്യപ്പെടുത്തുക, അതിലൂടെ മുന്നണിയെ വിപുലീകരിക്കുക. കേരള കോൺഗ്രസ് മാണി വിഭാഗം LDF-ലെ അതൃപ്തരാണ്. അത് പരസ്യമായിട്ട് അവർ പറയുന്നില്ല എന്നേ ഉള്ളൂ. ജോസ് കെ മാണി വിഭാഗം ഈ സമീപകാലത്ത് നിയമസഭ അടിയന്തരമായി വിളിച്ചു ചേർക്കണമെന്ന് പറഞ്ഞിട്ട് അക്കാര്യത്തിൽ ഒരു പ്രതികരണവും ഉണ്ടായിട്ടില്ല മുന്നണിയിൽ നിന്ന്. അതായത് വന്യജീവികളെ കൊണ്ട് മലയോര കർഷകർക്ക്, മലയോര പ്രദേശത്തുള്ളവർക്ക് ജീവിക്കാൻ കഴിയാത്ത സാഹചര്യം, അവരുടെ ജീവൻ പോലും അപകടത്തിലാണ്. കൃഷി ചെയ്യാൻ കഴിയുന്നില്ല.
അപ്പൊ ജീവിതം മൊത്തത്തിൽ തകർന്ന് തരിപ്പണമായിരിക്കുന്ന ഒരവസ്ഥയാണ്. കർഷകരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന ഒരു പ്രാദേശിക പാർട്ടിയാണ് കേരള കോൺഗ്രസ്. അപ്പോൾ ആ തരത്തിൽ ഉണ്ടായിരിക്കുന്ന കേരള കോൺഗ്രസിലുള്ള വിശ്വാസ്യതയാണ് മലയോര നിവാസികളിൽ നഷ്ടമാകുന്നത്. അത് തിരിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട് അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ്, തെരുവ് നായ്ക്കളുടെ ശല്യവും എല്ലാം ഉന്നയിച്ചുകൊണ്ടാണ് സഭ വിളിച്ചു കൂട്ടണമെന്ന് ആവശ്യപ്പെട്ടത്. അക്കാര്യത്തിൽ LDF-ൽ നിന്ന് യാതൊരു പ്രതികരണവും ഉണ്ടാകാത്തത് കൊണ്ട് തന്നെ അതൊരു വലിയ പ്രതിഷേധമായിട്ട് കേരള കോൺഗ്രസ് മാണി വിഭാഗവും ക്രൈസ്തവ സഭകളും എടുക്കുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ ഇവിടെ തീർച്ചയായിട്ടും ഈ ജോസ് കെ മാണിക്ക് LDF-നകത്ത് യാതൊരു തരത്തിലുള്ള ബാർഗെയിനിങ്ങും നടക്കുന്നില്ല. വിലപേശൽ ഒരിക്കലും അനുവദിക്കാത്തവരാണ് CPM-കാർ. CPM ആ നയിക്കുന്ന മുന്നണിയിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരു പാർട്ടിക്കും ഒരു ഘടകകക്ഷികൾക്ക് പോലും വളർച്ച ഉണ്ടാകില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് CPI. CPIയുടെ സമ്മേളന കാലമാണിത്. അവരുടെ ജില്ലാ സമ്മേളനങ്ങളിലെല്ലാം തന്നെ ഉയർന്നത് എന്തായിരുന്നു? CPI CPM-ന് കീഴ്പ്പെട്ട് കിടക്കുന്നു, ഒരു കാര്യവും ചോദിക്കാൻ കഴിയുന്നില്ല, പിണറായി വിജയനിലൂടെ അധികാരം കേന്ദ്രീകരിച്ച് പോവുകയാണ്. LDF സർക്കാർ എന്നല്ല പറയുന്നത്, പിണറായി സർക്കാർ എന്നാണ് പറയുന്നത്. ഇനിയിപ്പോൾ ആലപ്പുഴയിൽ നടക്കാൻ പോകുന്ന CPIയുടെ സംസ്ഥാന സമ്മേളനത്തിൽ അതിനിശിതമായ വിമർശനമായിരിക്കും ഭരണത്തിനെതിരെ ഉയരാൻ പോകുന്നത്. പക്ഷെ എന്നാലും CPI അവിടെ തന്നെ കഴിഞ്ഞുകൂടും. CPIയെ സംബന്ധിച്ചിടത്തോളം അവിടെ നിന്നാൽ അത്തരത്തിൽ മാത്രമേ ഉണ്ടാകത്തുള്ളൂ, മുരടിച്ച് താഴേക്ക് വരും. പക്ഷേ UDF-ൽ വന്നു കഴിഞ്ഞാൽ ഒരു കാര്യം ഓർക്കണം, CPI-ല് ആരായിരുന്നു മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരെ എത്തിയത്? അച്യുതമേനോനും PK വാസുദേവൻ നായരും ഒക്കെ മുഖ്യമന്ത്രിയായിട്ടിരുന്ന ഒരു പാർട്ടിയാണ് ഇന്നിപ്പോൾ CPM-ന്റെ കാൽ ചുവട്ടിൽ കിടക്കുന്നത്. ഇന്ന് മറ്റു ഘടകകക്ഷികളെല്ലാം തന്നെ ഒറ്റയാൾ പട്ടാളമായിട്ടുള്ളവർ, അവർക്കൊക്കെ ഓരോ മന്ത്രിസ്ഥാനം മതി. ഇപ്പൊ ജനാധിപത്യ കേരള കോൺഗ്രസ് എത്ര പേര്? ആന്റണി രാജുവിന് മന്ത്രിയാകണം, മന്ത്രിയായി. ലോട്ടറി അടിച്ചതുപോലെ ആയിരുന്നു. 2.5 വർഷം അങ്ങനെ കഴിഞ്ഞു. KV ഗണേഷ് കുമാർ ഒരാള്. KV ഗണേഷ് കുമാർ പിന്നെ ഒരു മുന്നണിയിലും ഇല്ലെങ്കിലും സ്വതന്ത്രനായി നിന്നാലും പത്തനാപുരം അദ്ദേഹത്തിന്റെ കൈവെള്ളയിലാണ്. ഇപ്പോൾ കടന്നപ്പള്ളി, ഇനിയിപ്പോൾ അദ്ദേഹം ഒരു മത്സര രംഗത്തേക്ക് വരില്ല, മാറി നിൽക്കും. ആ സീറ്റ് ആരെടുക്കും? CPM എടുക്കും. NCP ശശീന്ദ്രനും മത്സര രംഗത്ത് വരില്ല, ആ സീറ്റും CPM എടുക്കും. അതുപോലെ തന്നെ കുട്ടനാട് മണ്ഡലം തോമസ് കെ തോമസ്, അതും CPM ഏറ്റെടുക്കും, NCPയെ അകറ്റും. അപ്പൊ ഇവർക്കൊക്കെ തന്നെ RJD ഉൾപ്പെടെയുള്ളവർ, ഘടകകക്ഷികളായിട്ടുള്ളവരൊക്കെ തന്നെ LDF വിട്ടുവരും എന്നുള്ളതാണ്. ലീഗ് പല വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകുന്നുണ്ട്. ഇപ്പോൾ ജോസ് കെ മാണിക്ക് സേഫ് ആയിട്ടുള്ള മണ്ഡലം കൊടുക്കാൻ തയ്യാറാണ് ലീഗ്. അവരുടെ മണ്ഡലമാണ് തിരുവമ്പാടി. തിരുവമ്പാടിയിൽ ഇപ്പോൾ സിറ്റിംഗ് MLA CPM ആണ്, ഒരു 3000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ മാത്രം വിജയിച്ചത്. അത് വിട്ടുകൊടുക്കാൻ തയ്യാറാണ്. കാരണം ലീഗിന്റെ വോട്ടുകളിൽ വിള്ളൽ വീഴില്ല. അത് കോൺഗ്രസ് പാർട്ടി പോലെയല്ല, അത് സേഫായിട്ട് അത് കിട്ടും, വിജയം ഉറപ്പിക്കാൻ കഴിയും. എന്നിട്ട് മുരളീധരന് ലീഗിന്റെ സീറ്റ് തന്നെ കൊടുക്കാൻ തീർച്ചപ്പെടുത്തിയിരിക്കുന്നുണ്ട്, വളരെ സേഫായിട്ടുള്ള ഇടം. അപ്പോൾ അങ്ങനെ ലീഗ് പല വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകുകയും ചെയ്യുന്നുണ്ട്. മുന്നണി വിപുലീകരിക്കാനായിട്ട് ഹൈക്കമാൻഡിന്റെ നിർദ്ദേശവും UDF-നെ കോൺഗ്രസിന് കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ LDF-ൽ നിന്ന് പല ഘടകകക്ഷികളും UDF-ലേക്ക് അധികം വൈകാതെ തന്നെ ചേക്കേറും എന്നുള്ളത് ഉറപ്പായിരിക്കുകയാണ്.